ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇളനീർ പുഡിങ്ങുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഒരു ഫംഗ്ഷന് തയ്യാറാക്കിയെടുത്തിട്ടുള്ള പുഡിങ്ങാണ് ഇതും. അതിന് മുമ്പ് ഞാനൊരു ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ അത് രണ്ടും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടായിരുന്നു. ഫംഗ്ഷനിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനൊരു 15 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 10 ഗ്രാമിൻ്റെ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഒരു പാക്കിൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു കപ്പ് വാട്ടർ ഉണ്ടല്ലോ, നമ്മുടെ ഇളനീറിൻ്റെ വെള്ളം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ 3 കപ്പ് ഇളനീർ വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു കപ്പ് എന്ന് പറഞ്ഞത് 250 മില്ലിയാണ്. ഇത് കറക്റ്റാണ് ഈ ഒരു ഗ്ലാസ്സിന്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് ഇളനീർ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പിക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് എന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് നേരം സോക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മെൽട്ടായിക്കോളും. അത് മെൽട്ടാവാനായിട്ട് വെക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടെ, ഒരു കപ്പല്ല 2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അളവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു കപ്പ് വെള്ളത്തിലേക്ക് 5 ഗ്രാം ചൈന ഗ്രാസ്, അങ്ങനെ 3 കപ്പിലേക്ക് 15 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് ഇതുപോലെ അങ്ങ് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ആ തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൈന ഗ്രാസ് ഒക്കെ മെൽട്ടായി വരികയും വേണം. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ചൂടോട് കൂടെ തന്നെ നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് സെറ്റായതിന് ശേഷമാണ് നമ്മൾ വേറെ ഇതിലേക്കുള്ള വൈറ്റ് പാർട്ട് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം ഇത് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്ലെയിൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചൈന ഗ്രാസൊക്കെ ഇങ്ങനെ ചെറിയ കടിയായിട്ട് കിട്ടും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ അരിച്ചെടുത്താൽ മതി. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1-2 മണിക്കൂറോ, 1 മണിക്കൂർ വെച്ചാൽ തന്നെ സെറ്റായി കിട്ടും. അത് സെറ്റായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് ഏകദേശം സെറ്റാവാൻ സമയത്ത് നമുക്കതിലേക്ക് അതിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ, ഇളനീർ പൾപ്പ്, അതൊരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 4-5 എടുത്തിട്ടാട്ടോ ഇത്രയും കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 കപ്പ് പൾപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓരോ ഇതിനനുസരിച്ചിരിക്കും പൾപ്പ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. പിന്നെ അതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 6-7 ഒക്കെ ഏലക്കായുടെ സീഡ്സ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി, 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1 കപ്പ് ഇളനീർ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്മാൾ ആയിട്ടുള്ള ക്യൂബ്സ് പോലെയാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആദ്യം ഇങ്ങോട്ടേക്ക് വരഞ്ഞു കൊടുക്കുക. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ടേക്കും വരഞ്ഞു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ആദ്യം 2 ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് 3 ട്രേയിലേക്കും വേണ്ടി വരും. അപ്പോൾ അതിങ്ങനെ കുറച്ച് അകലം പാലിച്ചിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് ഞാനവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ചിലപ്പോൾ ആ പുഡിംഗ് ട്രേയിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വൈറ്റ് പാർട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. 1.5 ലിറ്റർ എന്ന് പറയുമ്പോൾ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കുള്ള ചൈന ഗ്രാസ് ഇവിടെ 2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ചൈന ഗ്രാസ് ഞാൻ 25 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് എങ്ങനെ മെഷർമെൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ 1/2 ലിറ്റർ പാലിലേക്ക് 10 ഗ്രാം എന്ന രീതിയിൽ. അപ്പോൾ ഇത് 1.5 ലിറ്റർ പാലായതുകൊണ്ട് തന്നെ 25 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്യണം കേട്ടോ. രണ്ടും ഒരേ ടൈമിൽ തന്നെ ചെയ്യണം. രണ്ടിനും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം. പിന്നെ അതിലേക്ക് ഞാൻ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. 1 ടിന്ന് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു ടിന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാതെ ഇരിക്കാം കേട്ടോ. അപ്പോൾ 1 ടിന്ന് മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ഇത് ചേർത്താലും കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടാവുമല്ലോ. അപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം കുറേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ അടി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായാൽ മതി, വല്ലാണ്ട് തിളച്ച് വരുമൊന്നും വേണ്ട. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഇളനീറിൻ്റെ പൾപ്പ് എടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് നിങ്ങൾക്ക് അരിച്ചിട്ടും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരിക്കുന്നൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ കമ്പൈൻ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേഗം അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇളനീർ പൾപ്പ് ഇട്ടതിന് ശേഷം തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഇനി വേഗം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുഡിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ 2 എണ്ണത്തിലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് 3 എണ്ണത്തിലേക്കുള്ള മിക്സ്ചർ ഉണ്ടാവും. സാധാരണ രീതിയിലാണെങ്കിൽ 2 എണ്ണത്തിലേക്കുള്ള മിക്സ്ചറേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഇത് ഓൾറെഡി ആദ്യം ഒരു ഐറ്റം അവിടെ വെച്ചത് കൊണ്ട് തന്നെ ഇത് 2 എണ്ണത്തിൽ കൂടുതൽ ട്രേയിൽ വെക്കാനുള്ള അളവുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 3 എണ്ണത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇത് സെറ്റായിട്ടുണ്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഇതാ ഇതുപോലെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഈ ഒരു ടെൻഡർ കോക്കനട്ട് പുഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ പുഡിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.